ബംഗ്ലാദേശിലെ നേതാവായിട്ടുള്ള BNP നേതാവായിട്ടുള്ള ഖാലിദ് സിയ അന്തരിച്ചു. ഈ ഖാലിദ് സിയ കൊടികെട്ടിയ ഇന്ത്യ വിരുദ്ധത പറയുന്ന ഒരു നേതാവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരുടെ സംസ്കാര ചടങ്ങിന് നമ്മുടെ പ്രതിനിധികൾ പോയിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായിരുന്നു ഇവർ. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സൺ ആയിരുന്നു. ഇവരുടെ മൃതദേഹം ബുധനാഴ്ച പൂർണ്ണ ബഹുമതികളോടെ സംസ്കരിച്ചു. ദീർഘനാൾ ഇവർ അസുഖബാധിതയായിരുന്നു. 80 വയസ്സുള്ളപ്പോഴാണ് ഇവർ അന്തരിച്ചത്. ബംഗ്ലാദേശിൽ ദേശീയ ദുഃഖ ദിനാചരണമൊക്കെ നടക്കുന്നുണ്ട്, സ്വാഭാവികമാണ്. ഈ ദുഃഖകരമായ സമയത്ത് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ധാക്കയിലെത്തിയത് വലിയ പ്രശ്നമാക്കി ഇവിടുത്തെ പ്രതിപക്ഷം മാറ്റുന്നുണ്ട്. കാരണം ഇവർ ഇന്ത്യ വിരുദ്ധത പറയുന്ന ആൾക്കാരാണ്. അത് എന്തിനാണ് നമ്മുടെ ജയശങ്കർ അങ്ങോട്ടേക്ക് പോയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവർ പ്രധാനമായിട്ടും ഉയർത്തുന്നുണ്ട്. പക്ഷേ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെ അവിടെ വെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കി കത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ഹിന്ദു വംശഹത്യയും പ്രശ്നമല്ല. എന്തായാലും ഖാലിദ് സിയയുടെ മകൻ താരിഖ് റഹ്മാനെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രത്യേക അനുശോചന സന്ദേശം എന്ന രീതിയിൽ ഒരു കത്ത് ഇദ്ദേഹം കൈമാറിയിരിക്കുന്നത്. ഈ കത്തിൽ എന്താണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ധാക്കയിലെത്തിയപ്പോൾ BNPയുടെ ആക്ടിംഗ് ചെയർമാനും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ് സിയയുടെ മകനുമായിട്ടുള്ള ശ്രീ താരിഖ് റഹ്മാനെ കണ്ടുവെന്നും പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായിട്ടുള്ള കഥ അദ്ദേഹത്തിന് കൈമാറിയെന്നും സർക്കാരിന് വേണ്ടി അഗാധമായ അനുശോചനം രേഖപ്പെടുത്തിയെന്നുമാണ് ഇപ്പോൾ S ജയശങ്കർ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും താരിഖ് റഹ്മാനെ അഭിസംബോധന ചെയ്ത കത്തിൽ പ്രധാനമന്ത്രി മോദി അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പല ആൾക്കാരും എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ബംഗ്ലാദേശുമായിട്ടും ഇവിടെയുള്ള ഷേഖ് ഹസീനയുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളുമാണ് ഈ കത്തിലുള്ളത് എന്നാണ് യൂനിസ് പ്രധാനമായും സംശയിക്കുന്നത്. യൂനിസ് ഇതിൽ വളരെയധികം അസ്വസ്ഥനായി മാറിയിരിക്കുകയാണ്. യൂനിസ് അതുകൊണ്ട് തന്നെ പല നാറിയ കളികളും കളിക്കുന്നു എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലുള്ള ഒരു കത്താണ് അത് എന്നാണ് യൂനിസ് ഇപ്പോൾ സംശയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കത്ത് തനിക്കാണ് വരേണ്ടത്. എന്തിനാണ് BNPക്ക് അത് കൊടുക്കുന്നത് എന്നുള്ളതാണ് യൂനിസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ഖാലിദ് സിയയുടെ ഈ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൂതനായി അവിടെ ജയശങ്കർ എത്തി ഈ കത്ത് കൈമാറിയപ്പോൾ ബംഗ്ലാദേശ് മാത്രമല്ല പാകിസ്ഥാനിലും പല കോളിളക്കങ്ങളും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബംഗ്ലാദേശിൽ വെച്ച് പാകിസ്ഥാൻ പാർലമെന്റ് സ്പീക്കർ ജയശങ്കറിന് കൈ കൊടുക്കുന്ന ചിത്രങ്ങൾ യൂനിസ് പുറത്തുവിട്ട് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം പോലും യൂനിസ് അവിടെ നടത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജയശങ്കർ പാകിസ്ഥാൻ ദേശീയ അസംബ്ലി സ്പീക്കറെ കണ്ടു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഖാലിദ് സിയയുടെ മൃതദേഹ സംസ്കരണ ചടങ്ങിനൊക്കെ അവിടെ എത്തിയപ്പോഴാണ് ഇത് നടന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജയശങ്കർ അവിടെ സന്നിഹിതനായിരുന്ന ഒരു മുതിർന്ന പാകിസ്ഥാൻ രാഷ്ട്രീയക്കാരനെയും കണ്ടു എന്നുള്ളത് ഇപ്പോൾ യൂനിസ് എന്തോ ഒരു വലിയ സംഭവം പോലെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജയശങ്കർ എന്തിന് പാക് രാഷ്ട്രീയക്കാരനെ കണ്ടു എന്ന് യൂനിസ് ചോദിക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.